ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. എന്തായാലും നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ ഓരോ ദിവസവും. എന്തായാലും നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ സാധാരണ ഉള്ള ഒരു ഹോളിഡേ പോലെയല്ല ഞങ്ങളെ സംബന്ധിച്ച് കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നേരം വെളുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ ആ ഡയറിയിലേക്ക് അങ്ങോട്ട് എഴുതിയിടും എന്തൊക്കെ ഇന്ന് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ കേട്ടോ. ഇതൊരു പ്രോപ്പർ ഹോളിഡേ അല്ല ഞങ്ങളെ സംബന്ധിച്ച്, എന്നാലും ഞങ്ങൾ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ അച്ചാച്ചിയാണ് കേട്ടോ. അപ്പം അപ്പനും മോനോടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മച്ചിയാണെങ്കിൽ ഞാൻ പറയുന്നതൊന്നും അധികം അങ്ങോട്ട് കേൾക്കത്തില്ല, കേൾവിക്ക് കുറവുണ്ട് കേട്ടോ. വിശേഷം എന്നാ ഉണ്ട് വിശേഷം? ഒത്തിരി വിശേഷമുണ്ട് പറയാനാണ്. ഇങ്ങോട്ട് അടുത്ത് വരണം. ആണോ? അതേ ഉള്ളൂ ഞങ്ങളുടെ വിശേഷങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലേ മേ? കഴിക്കാറായി. കഴിച്ചേക്കാം. കഴിക്കാം. മഞ്ഞാമറ്റത്തൊന്നു പോളെന്ന് പറയുന്ന ഒരാൾ അമ്മച്ചി അന്വേഷിച്ചിട്ടുണ്ട്. ആണോ? ആരാ അത്? ഓളെ എന്റെ വീട്ടുപേരൊക്കെ ഞാൻ മറന്നുപോയല്ലോ. പാമ്പാടി. അറിയോ? അറിയോ? എന്നാ അവർക്കൊരു ഹായ് വെച്ചേക്കേ. അതിനിപ്പോ എവിടെയാ? ഒരു ഹായ് വെച്ചേ കേട്ടോ. ഞാനിപ്പോ അമ്മച്ചോട് പറഞ്ഞേ. ഇപ്പൊ എവിടെയാന്ന് ഞാൻ ചോദിച്ചോളാം, മെസ്സേജ് ഇടാം. പിന്നെ പള്ളിക്കത്തോടോ അങ്ങാണ്ട് പോയായിരുന്നു അവര് വിറ്റേച്ച. ആണോ? അമ്മേ, അമ്മച്ചി എന്നെ പറ്റി എന്താണ് അഭിപ്രായം അമ്മച്ചിക്ക്? വലിയ കുഴപ്പമില്ല. എന്നാ അച്ചാച്ചി തന്നെ പറയൂ, എന്നെ പറ്റി 2 വാക്കുകൾ പറയൂ. ഞങ്ങൾക്ക് കിട്ടിയത് മെച്ചം തന്നെ, ഒരു കുഴപ്പവും പറയാനില്ല. ആണോ? ഇതുവരെ ഒന്നുകൂടെ പറയൂ, കേൾക്കാൻ നല്ല രസം. ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ആണോ? ഇതൊക്കെയാണ് പരിപാടികൾ. എല്ലാം തൃപ്തിയായി. അച്ചാച്ചി അമ്മച്ചൊക്കെ നേരത്തെ ഫുഡ് കഴിക്കും, കാരണം അവർക്ക് മരുന്നൊക്കെ കഴിക്കേണ്ടതല്ലേ. എനിക്കറിയാം അവർ നേരത്തെ തന്നെ കഴിക്കും. ഞങ്ങൾ വരുമ്പോഴേക്കും എപ്പോഴും താമസിക്കും. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ മീനും കൊണ്ട് എല്ലാ ദിവസവും വരുന്ന ചേട്ടന്മാര് വന്നത്. ഇത് കുറിച്ചി. എനിക്കറിയത്തില്ല ചേച്ചി, ജസ്റ്റ് വറക്കാൻ പറ്റും, കൊള്ളത്തുള്ളായിരിക്കും അല്ലേ? ഇത് മത്തി. 1 കിലോ എത്ര രൂപയാ? 300 രൂപ 1 കിലോ മത്തി. ഇനി എന്നാ ഉണ്ട് മീനെ? ഇതെന്നാ മീന്? നെന്മീന്റെ കുഞ്ഞ്. ആണോ? നെന്മീന്റെ കുഞ്ഞ്. എന്നാ ചേച്ചി രുചിയുള്ള മീന്? വിഴിഞ്ഞം ഇനി വേൾഡ് ക്ലാസ്. ഞാൻ വന്നപ്പോൾ തൊട്ട് നോട്ടം വിട്ടതാ ഈ ചെടിയൊക്കെ കുറച്ചൊന്ന് വെട്ടിക്കളയണമെന്നേ. ഒരുപാട് ബൊഗെയിൻവില്ലയുണ്ട്, പക്ഷേ ഇപ്പോൾ ഈ സമയം പൂക്കുന്ന സമയം അല്ലയോ. ഇതെല്ലാം ആദ്യം പൂക്കളൊന്നും ഇപ്പോൾ കാണുന്നില്ല. ആദ്യം ഒത്തിരി ഉണ്ടായിരുന്നോ പറഞ്ഞതേ. അതുകൊണ്ട് ഞാൻ എല്ലാവരും ഇത് വെട്ടി നിർത്താമെന്ന് വിചാരിച്ചിട്ടുള്ള പരിപാടി. എനിക്കിഷ്ടം ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ. കുഞ്ഞ് ഗാർഡൻ അല്ലേ, അതുകൊണ്ട് തന്നെ എളുപ്പമാണ്. എല്ലാം ചെടിച്ചട്ടിയിലും ഇങ്ങനെ നിൽപ്പുണ്ട്. അവരെയൊക്കെ ഒന്ന് റെഡിയാക്കി. എന്താ ചേട്ടാ പരിപാടി? എന്താ പരിപാടി? WD-40 ഭയങ്കര കട്ടിപ്പായിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനതൊന്ന് ലൂസാക്കാൻ നോക്കുകയാണ്. അറിയാമോ ഇതിനെപ്പറ്റി? എനിക്കറിയില്ല. ഇതിനെ വെല്ലാൻ വേറെ സാധനമില്ല. എന്നിട്ട് ഈ തുരുമ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ കീത് വെക്കുമ്പോഴേക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്ന സാധനങ്ങൾ ലൂസാക്കി എടുക്കുക. ഓ, ഇച്ചിരി കട്ടിയുണ്ടായിരുന്നത് വന്നപ്പോൾ. നമ്മളെ സംബന്ധിച്ച് ഓരോ ദിവസം പ്രഷ്യസ് ആണല്ലോ. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ പല്ല് കാണിക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ് കേട്ടോ. എന്തായാലും ഡെൻറ്റിസ്റ്റിനെയൊക്കെ കണ്ടു. ഞങ്ങൾ തിരിച്ചു വന്നു. വൈകുന്നേരം ആയപ്പോഴേക്ക്
കസിൻസ് എല്ലാം കൂടെ കൂടിയിട്ട് ഇവിടുത്തെ ഉണ്ട് ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പെട്ടെന്നിട്ട പരിപാടിയാണ്. എനിക്കറിയാൻ വയ്യ. അതേണ്ടിരുന്നു സുനീഷ് ഇന്ന് ചിരിക്കുന്നു. അപ്പാപ്പൻ്റെ മോനാണ്, ഇത് പേരപ്പൻ്റെ മോനാണ് കേട്ടോ. അച്ചാച്ചി അമ്മച്ചി ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. അവർ വർത്താനൊക്കെ കേട്ടിട്ട് ഇവർ ഭയങ്കര കമ്പനിയാണ്. എവിടെ പോയാലും 3 പേർ കൂടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും ഞാൻ അവരോട് കൂടി ഇതെല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഇതുപോലെ വരുമ്പോഴല്ലേ ഇവിടെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നോക്കിയൊക്കെ കാണിക്കുന്ന പരിപാടികളൊക്കെ അടിപൊളിയല്ലേ. ഹോളിഡേയ്സ് വരുമ്പോൾ സുരേഷ് വീട്ടിൽ വെച്ചേ പറയുന്നതാണ്, അയ്യോ അവിടെ വന്ന് കഴിയുമ്പോൾ എന്തായാലും തവണ ബാർബിക്യൂ വെക്കണമെന്ന്. കിട്ടിയ സമയത്തിന് എന്തായാലും ആ സംഭവത്തെ വെച്ച് നമ്മളൊരു 4 കിലോളം ചിക്കൻ വേവിച്ചെടുത്തു എന്നുള്ളതാണ് കേട്ടോ. ഒരു 2-3 പ്രാവശ്യമായിട്ട്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വന്നു. അങ്ങനെ കരിഞ്ഞു പോകുകയൊന്നും ചെയ്തില്ല കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സാലഡും അതിൻ്റെ കൂടെ നമ്മുടെ തിന്നായിട്ടുള്ള ചപ്പാത്തിയൊക്കെ കൂട്ടി ഞങ്ങൾ എന്തായാലും എൻജോയ് ചെയ്തു. അയ്യോ ഫുഡ് കഴിക്കുന്ന ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, എവിടെയോ മിസ്സായിപ്പോയി, സോറി കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്ത് തന്നെ കരുതട്ടെ. കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടൻ തന്നെ കാണാം. എല്ലാവരും ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച്. ബൈ.